സെയിൽസ് റിപ്പോർട്ട്സ്. ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സെയിൽസ് റിപ്പോർട്ട് ആണ്. സെയിൽസ് റിപ്പോർട്ട്സിന്റെ അണ്ടറിൽ വരുന്ന ഓപ്പറേഷൻസ് ആണ് സെയിൽസ് റിപ്പോർട്ട്, കസ്റ്റമർ വൈസ് റിപ്പോർട്ട്, ഐറ്റം വൈസ് റിപ്പോർട്ട്, യൂസർ വൈസ് റിപ്പോർട്ട്, പേയ്മെന്റ് മെത്തേഡ് റിപ്പോർട്ട്, സെയിൽസ് റിട്ടേൺ റിപ്പോർട്ട്, ഓവർഡ്യൂ റിപ്പോർട്ട്, കൗണ്ടർ വൈസ് റിപ്പോർട്ട്. ഇവയുടെ നെയിം വെച്ച് തന്നെ നമുക്ക് ഏകദേശം ഗെസ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് വൺ, സെയിൽസ് റിപ്പോർട്ട്. ഒരു പെർട്ടിക്കുലർ ഡേറ്റിലുള്ള സെയിൽസിന്റെ എല്ലാ സെയിൽസ് റിപ്പോർട്ടും ഇവിടെ വ്യൂ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ അത് ഫിൽട്ടർ ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ബ്രാഞ്ച് വൈസ്, ഗോ ഡൗൺ വൈസ് എന്നിങ്ങനെ ഫിൽട്ടർ ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ എക്സ്പോർട്ട് ചെയ്ത് എക്സൽ ഷീറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാവുന്നതാണ്. അതേപോലെ പ്രിന്റ് ചെയ്യാം, തെർമൽ പ്രിന്റ്, A4 പ്രിന്റ് എന്നീ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതേപോലെ എന്തെങ്കിലും എഡിറ്റ് നടക്കണമെങ്കിൽ വോച്ചർ നമ്പർ സെലക്ട് ചെയ്യുക. സെയിൽസ് ഡീറ്റെയിൽസിൽ എഡിറ്റ് ഡീറ്റെയിൽസ് കൊടുത്ത് ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് കസ്റ്റമർ വൈസ് റിപ്പോർട്ടാണ്. ഒരു പെർട്ടിക്കുലർ ഡേറ്റിലുള്ള കസ്റ്റമറിന്റെ പേര് എൻ്റർ ചെയ്യുക, സെർച്ച് ചെയ്യുക. ആ ഡേറ്റിലുള്ള കസ്റ്റമറിന്റെ സെയിൽസ് ഇവിടെ വ്യൂ ആകുന്നതാണ്. അതേപോലെ തന്നെ അത് എക്സ്പോർട്ട് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും സാധിക്കും. പ്രിന്റ് ചെയ്യുമ്പോൾ ലോഗോ, കമ്പനി നെയിം, കസ്റ്റമർ വൈസ് സെയിൽസ് റിപ്പോർട്ട് എന്നിവ ഫുള്ളായി സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ, ഐറ്റം വൈസ് റിപ്പോർട്ടാണ്. നിങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളിലുള്ള ഓരോ ഐറ്റംസും എത്ര സെയിൽ ആയിട്ടുണ്ടെന്നും അതിന്റെ ക്വാണ്ടിറ്റി എത്രയുണ്ടെന്നുമുള്ള കൃത്യമായ റിപ്പോർട്ട് ലഭിക്കുന്നതാണ് ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അടുത്തത് യൂസർ വൈസ് റിപ്പോർട്ടാണ് അനലൈസ് ചെയ്യുന്നത്. യൂസർ നെയിം സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്യുക. ആപ്ലിക്കേഷനുമായി ലിങ്ക് ചെയ്ത യൂസർ നടത്തിയിട്ടുള്ള സെയിൽസിന്റെ ഡീറ്റെയിൽസ് ആണ് റിപ്പോർട്ടിൽ കാണാൻ സാധിക്കുന്നത്. യൂസർ സെയിൽ ചെയ്ത കാര്യങ്ങളുടെ റിപ്പോർട്ട്സിന്റെ സെക്ഷനാണ് ഇവിടെ വ്യൂ ചെയ്യാൻ സാധിക്കുന്നത്. Another one is payment method report. പേയ്മെന്റ് മെത്തേഡിൽ ക്യാഷ്, ക്രെഡിറ്റ് കാർഡ്, UPI, ബാങ്ക്, ചെക്ക് എന്നീ പേയ്മെന്റ് ഓപ്ഷൻസുകളുടെ റിപ്പോർട്ട് കാണാനാണ് ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. എക്സാമ്പിളായി പെർട്ടിക്കുലർ ഇന്റർവെൽസിലുള്ള ക്യാഷ് പേയ്മെന്റ് നമുക്കിവിടെ സെർച്ച് ചെയ്യാം. അതേപോലെ തന്നെ അത് എക്സ്പോർട്ട് ചെയ്തിട്ട് PDF, എക്സൽ ഷീറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാനും പ്രിന്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അടുത്തത് സെയിൽസ് റിട്ടേൺ റിപ്പോർട്ട്. പെർട്ടിക്കുലർ ഡേറ്റിൽ സെയിൽസ് റിട്ടേൺ നടന്ന റിപ്പോർട്ട്സ് ഇവിടെ വ്യൂ ചെയ്യാവുന്നതാണ്. കൂടാതെ അത് എക്സ്പോർട്ട് ചെയ്യാനും പ്രിന്റ് ചെയ്യാനുമുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇനി പറയുന്നത് ഓവർഡ്യൂ റിപ്പോർട്ടിനെ കുറിച്ചാണ്. ഒരു കസ്റ്റമർ നമുക്ക് നൽകാനുള്ള പേയ്മെന്റ് ഡീറ്റെയിൽസും കൂടാതെ അത് എത്ര ദിവസം ഡിലേ ആയി എന്ന വിശദാംശങ്ങളും ഓവർഡ്യൂ റിപ്പോർട്ട് ഉപയോഗിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അടുത്തതായി കൗണ്ടർ വൈസ് റിപ്പോർട്ട്. ഒരു വ്യാപാര സ്ഥാപനത്തിലെ വിവിധ കൗണ്ടറുകളിൽ നിന്നും എത്രമാത്രം സെയിൽസ് ഉണ്ടായി, സെയിൽ ചെയ്ത പ്രോഡക്റ്റുകളുടെ എണ്ണം, അതിൽ നിന്നും ഉണ്ടായ പ്രോഫിറ്റ് എന്നിവ ഡീറ്റെയിൽഡ് ആയി വ്യൂ ചെയ്യാൻ കൗണ്ടർ വൈസ് റിപ്പോർട്ട് ഉപയോഗിക്കുന്നു.